സുഹൃത്തുക്കളെ, ഈ ഒരു റെഡ് ആൻഡ് വൈറ്റ് ഉള്ള ഒരു പശു റയറുള്ള കളറാണ്, ആവശ്യക്കാർ കൂടുതലാണ്. ഈ ഒരു കളറിന് നല്ല പാലിന് നല്ല കൊഴുപ്പും SNF കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പശുവാണ്. പ്രസവിക്കാൻ ദിവസങ്ങളുണ്ട്. ഒരു 20 ദിവസത്തോളം പശുവിന് പ്രസവിക്കാൻ ടൈം ഉണ്ട്. ഒരു 15 മുകളിലും ഒരു 20 താഴെയൊക്കെ ആയിട്ട് നമുക്ക് പാൽ ഇതിന് പ്രതീക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ പശുക്കൾ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാം. നല്ല ജേഴ്സി HF ക്രോസ് ആയിട്ടുള്ള ഒരു പശുവാണ്. നല്ല ഒതുക്കമുള്ള, വീട്ടുകാർക്കാണെങ്കിലും സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിലും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന പശുക്കളാണ്. ഈ പശുവൊക്കെ അവർ ഒരു 70-75 രൂപയൊക്കെ ചോദിക്കുന്നുണ്ട്. നമുക്കൊരു 65 രൂപ 70 രൂപയ്ക്ക് താഴെയായിട്ട് നമുക്ക് ഇങ്ങനത്തെ പശുക്കളെ എടുക്കാൻ പറ്റും. ഇതുപോലത്തെ ഈ പശു പോയാലും ഇതുപോലത്തെ പശുക്കളെ നിങ്ങൾക്ക് ഞാൻ അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. ചെറിയ വീട്ടാവശ്യക്കാർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു പശുവാണ് കേട്ടോ. സിന്ധിയും ജേഴ്സിയും കൂടി ക്രോസ് ബ്രീഡ് ആയിട്ടുള്ള ഒരു പശുവാണ്. പ്രസവിച്ചിട്ട് 2 ദിവസമായിട്ടുണ്ട്. അപ്പോൾ ഈ പശു ഇവർ ഈ അടുത്തുള്ള ഗ്രാമത്തിൽ നിന്ന് വാങ്ങിയിട്ട് കൊണ്ടുവന്നതാണ്. ഒരു സ്ത്രീ കൈകാര്യം ചെയ്തിട്ടുള്ള പശുവാണ്. ഇവർ ചെനപ്രായത്തിൽ കൊണ്ടുവന്നതാണ്. പിന്നെ ഇതപ്പോൾ പ്രസവിച്ചു 2 ദിവസമായി. പശുക്കുട്ടിയാണ്. നമുക്ക് ആവശ്യക്കാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിക്കാവുന്നതാണ്. ഇതുപോലത്തെ സാധാരണ നല്ല ഇണക്കമുള്ള ഒതുക്കമുള്ള പശുക്കൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇങ്ങനത്തെ പശുക്കൾ നമുക്ക് എടുത്തു കൊടുക്കാവുന്നതാണ്. ഈ കൈകാര്യം ചെയ്ത പശുവാണ്. അതുകൊണ്ട് തന്നെ വലിയ സ്വഭാവത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും കൈകാര്യം ചെയ്യാൻ പറ്റിയുള്ള പശുവാണ്. ആ സൈഡിൽ നിന്നോ ഈ സൈഡിൽ നിന്നൊക്കെ വേണമെങ്കിൽ കറക്കാൻ പറ്റും. പശുക്കുട്ടിയാണ്. ഇതുപോലത്തെ ഇതൊക്കെ 2 നേരം കൂടെ ഒരു 15 ലിറ്റർ പാലിന് ഉള്ളിലേ കിട്ടുള്ളൂ. ചോദിക്കുന്നത് ഈ പശുവിന് 65 രൂപയൊക്കെ ചോദിക്കുന്നുണ്ട്. നമുക്ക് അത്ര രൂപ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു 60 രൂപ 55 രൂപ ആ റേഞ്ചിൽ നമുക്ക് ഇങ്ങനത്തെ പശുക്കളെ എടുക്കാവുന്നതാണ്. പിന്നെ ഈ പശുവൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രായമായിട്ടില്ല. ഇത് 2ാമത്തെ പ്രസവമാണ് ഇത് പ്രസവിച്ചിരിക്കുന്നത്. ഇനി ഒരുപാട് കാലം നിർത്താൻ പറ്റും. നല്ല ഒതുക്കമുള്ള പശുവാണ്. അപ്പോൾ ഇതുപോലത്തെ പശുക്കളെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാം. നല്ല ജേഴ്സി പശുക്കൾ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറന്ന് മഴയൊക്കെ പെയ്ത് പുല്ല് എല്ലാവിടെ ആവാനായി. ഒരു ഉപജീവന മാർഗം മുന്നോട്ട് കൊണ്ടുപോകണം, കുറച്ച് പശുക്കൾ മേടിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ 2 നേരം കൂടെ ഒരു 10-15 ലിറ്റർ പാല് 16 ലിറ്റർ പാലൊക്കെ ആഗ്രഹിക്കുന്നവർ ഇതുപോലത്തെ ജേഴ്സി പശുക്കൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇതൊക്കെ കൊടുക്കാനുള്ള പശുക്കളാണ്. നല്ല സ്വഭാവമുള്ള, നല്ലോണം തീറ്റയും കുടിയും അസുഖങ്ങളൊന്നും ഇല്ലാത്ത പശുക്കളാണ്. ഇതുപോലത്തെ പശുക്കൾ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ സ്ഥലം വന്നിട്ട് പാലക്കാടാണ്. ഇതൊക്കെ നമുക്കൊരു 55-60 റുപ്യൻ്റെ താഴെയായിട്ട് നമുക്ക് ഇങ്ങനത്തെ പശുക്കൾ എടുക്കാൻ പറ്റും. ഇതും അതുപോലെ 60-65 റുപ്യൻ്റെ റേഞ്ചിൽ നമുക്ക് ഇങ്ങനത്തെ പശുക്കൾ എടുക്കാൻ പറ്റും. ഇത് നല്ല മോഴ പശുവാണ്. ഇങ്ങനത്തെ പശുക്കളൊക്കെ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 2 നേരം കൂടെ ഒരു 15 ലിറ്റർ പാല് കുറയാതെ പാല് കിട്ടും. അപ്പോൾ നിങ്ങളുടെ ഒരു ഉപജീവന മാർഗം തീർച്ചയായിട്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും.